use divergence theorem, evaluate double integral sigma f dot n ds, where f is equal to x y square into vector I plus z square j plus e raised to y minus z into k, where s is the surface of the rectangular solid bounded by the coordinate planes and the planes x is equal to 3, y is equal to 1, z equal to 3. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇത് നമുക്ക് ഡൈവർജൻസ് തിയറം ഉപയോഗിച്ച് വർക്ക്ഔട്ട് ചെയ്യണം. അപ്പൊ ഡൈവർജൻസ് തിയറം ഉപയോഗിച്ച് വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ ഞാൻ ഈ ക്വസ്റ്റ്യൻ നിങ്ങളെല്ലാവരും എഴുതിയിരിക്കണം, മാറ്റമാണ്. ഇതാണ് നമ്മുടെ റെക്ടാങ്കുലർ സോളിഡ്. ഇത് എക്സ് ആക്സിസ്, ഇത് സെഡ് ആക്സിസ്, ഇത് y ആക്സിസ്. ദെൻ ഫസ്റ്റ് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഇതിന്റെ ഡെൽ ഡോട്ട് എഫ് കണ്ടുപിടിക്കണം. ഡെൽ ഡോട്ട് എഫ്, ഡൈവ് എഫ് കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡൈവ് എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോ എഫ് ബൈ ഡോ എക്സ് പ്ലസ് ഡോ ജി ബൈ ഡോ വൈ പ്ലസ് ഡോ എച്ച് ബൈ ഡോ ഇസെഡ്. ഇതാണ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ നോക്കിയിട്ട് ഡോ ബൈ ഡോ എക്സ് ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് എഫിന്റെ സ്ഥാനത്ത് എന്താ എഴുതണ്ടേ? എഫിന്റെ സ്ഥാനത്ത് എന്ത് എഴുതണം? എന്താണ് എഫിന്റെ സ്ഥാനത്ത് എഴുതേണ്ടത്? പറഞ്ഞേ. എക്സ് വൈ സ്ക്വയർ പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് ജിയുടെ സ്ഥാനത്ത് എന്ത് എഴുതണം? ഇസഡ് സ്ക്വയർ പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് എച്ചിന്റെ സ്ഥാനത്ത് എന്ത് എഴുതണം? e raised to y minus z. Then നമ്മള് ഫസ്റ്റ് കേസില് എക്സ് വൈ സ്ക്വയറിനെ എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് വൈ സ്ക്വയർ. ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വൈ സ്ക്വയർ പ്ലസ് ഇതിന് നമ്മൾ ഇസഡ് സ്ക്വയറിനെ വൈ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പൊ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരാം? ആൻസർ 0. ദെൻ പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് ഇ റേസ്ഡ് ടു വൈ മൈനസ് ഇസഡ്. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടാം? -1. അപ്പൊ ഡെൽ ഡോട്ട് എഫ് നമ്മുടെ പ്രോബ്ലത്തില് ഫോർമുലയിലെ ഡെൽ ഡോട്ട് എഫ് എന്നുള്ള എന്ത് കിട്ടി? വൈ സ്ക്വയർ മൈനസ് 1 എന്ന് കിട്ടി. വൈ സ്ക്വയർ മൈനസ് 1. ദെൻ നമുക്ക് ഫോർമുലയിലേക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ട്രിപ്പിൾ ഇന്റഗ്രൽ ഡൈവ് എഫ് എന്ന് പറഞ്ഞാൽ വൈ സ്ക്വയർ മൈനസ് 1 ഡി വി എന്ന് പറഞ്ഞാൽ ഡി ഇസഡ് ഡി വൈ ഡി എക്സ്. ഡി ഇസഡ് ഡി വൈ ഡി എക്സ് ഏത് ഓർഡറിലായാലും കുഴപ്പമില്ല. ഇസഡിന്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 0 to സെഡിന്റെ ലിമിറ്റ് എന്തായിരുന്നു? 0 to 3. ഇനി വൈയുടെ ലിമിറ്റ് എന്തായിരുന്നു? 0 to 1. എക്സിന്റെ ലിമിറ്റ് എന്തായിരുന്നു? 0 to 3. അപ്പൊ നമുക്ക് ലിമിറ്റ് കിട്ടി. ഇനി ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ട്രിപ്പിൾ ഇന്റഗ്രൽ അപ്ലൈ ചെയ്ത് ഈ പ്രോബ്ലം കംപ്ലീറ്റ് ആക്കാൻ സാധിക്കും. This is equal to ഇത് എല്ലാം റെക്ടാങ്കുലർ സോളിഡ് ആയതിന്റെ 0 to 3, ഇത് 0 to 1, ഇത് 0 to 3. ഇതെല്ലാം കോൺസ്റ്റന്റ് ലിമിറ്റ്സുകളാണ്. കോൺസ്റ്റന്റ് ലിമിറ്റ് ആകുമ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. നമുക്ക് അതിനെ ഓരോന്നിനെ സെപ്പറേറ്റ് ചെയ്ത് ചെയ്യാന്ന് പഠിച്ചിട്ടില്ലേ? സെപ്പറേറ്റ് ചെയ്ത് ചെയ്യാം. കാരണം എല്ലാ ലിമിറ്റും കോൺസ്റ്റന്റ് ആണ്. എക്സിന്റെയും വൈയുടെയും ഇസഡിന്റെയും ലിമിറ്റുകളെല്ലാം കോൺസ്റ്റന്റ് ആയതുകൊണ്ട് വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് സെപ്പറേറ്റ്ലി. അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുമ്പോൾ എന്ത് വരും? 0 to 3 ആദ്യത്തെ കേസ് എന്ത് എഴുതാം? 0 to 3 എന്ന് പറഞ്ഞാൽ dx ഇൻറ്റു അടുത്ത് 0 to 1. 0 to 1 എന്താണ്? 0 to 1 y സ്ക്വയർ മൈനസ് 1 dy പ്ലസ് ഇൻറ്റു 0 to 3 dz. നമ്മൾ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താണ്? ഇത് റെക്ടാങ്കുലർ സോളിഡ് ആണ്. therefore ഇതിന്റെ all the limits are constant. എല്ലാ ലിമിറ്റ്സും കോൺസ്റ്റന്റ് ആണ്. എക്സിന്റെ വൈയുടെയും ഇസഡിന്റെയും ലിമിറ്റ്
കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നമുക്കിത് വേണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്തെടുത്ത് ഇന്റഗ്രേറ്റ് ചെയ്ത് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്റെ ആൻസറിലേക്ക് എത്തിച്ചേരാം. ഇവിടെ ഇട്ട് തന്നെ ചെയ്യണമെന്നില്ല. നമ്മൾ കഴിഞ്ഞ വർഷം ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, മൾട്ടിപ്പിൾ ഇന്റഗ്രലിൽ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഓരോന്നായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇവിടെ 0 to 3 x dx എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് x ലോവർ ലിമിറ്റ് 0 അപ്പർ ലിമിറ്റ് 3. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? y² - 1 എന്നുള്ളത് y³/3 മൈനസ് y 0 to 1. ഇനി ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? z 0 to 3. അപ്പോ നമ്മള് x വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്തു, y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്തു, z വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്തു. x വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന x, ഇവിടെ y³/3 മൈനസ് y z. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ഇവിടെ ഫസ്റ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 3 എന്ന് വരും. സെക്കൻഡ് കേസിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ അപ്പർ ലിമിറ്റ് എന്താണ്? 1. ഇവിടെ ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്തത് 0 ആണ്. ഇനി രണ്ടാമത്തെ കേസിൽ അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 1/3 മൈനസ് 1. ഇനി മൂന്നാമത്തെ ഇവിടെയും ലോവർ ലിമിറ്റ് 0 ആണ്, അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. മൂന്നാമത്തെ കേസിലെ ഇസഡിന്റെ സ്ഥാനത്ത് എന്താണ്? 3 9 27. ദാറ്റ് സിംപ്ലിഫൈ നമുക്ക് എന്ത് കിട്ടും? 3 into 1/3 മൈനസ് 1 എന്ന് പറഞ്ഞാൽ എത്രയാ? 1/3 മൈനസ് 1 എന്ന് പറഞ്ഞാൽ -2/3 into 27. ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഈ 3യും 27 ക്യാൻസൽ ചെയ്യാം, അപ്പോൾ 9 വരും അല്ലേ? അപ്പോ നമുക്ക് എത്ര ആൻസർ കിട്ടണം? ഇതില് ഒരു ചെറിയ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടല്ലോ അല്ലേ? സംഭവിച്ചേ 27 അല്ല 3 ആണ്. 27 അല്ല 3 ആണ്. ഇവിടെ 3 ആണ് സോറി. ഇവിടെ നമുക്ക് z എന്നുള്ളത് 3 ആണ്. അപ്പൊ ഇവിടെ z-ന്റെ ലിമിറ്റ് കൊടുക്കുമ്പോൾ 3 ആണ്. ഇനി 3യും 3യും നമ്മൾ ക്യാൻസൽ ചെയ്തു. 3 into -2 is equal to -6. Therefore, our final answer will be -6. അതായത് നമ്മൾ x-ന്റെ ലിമിറ്റ് ലോവർ ലിമിറ്റ് 0 അപ്പർ ലിമിറ്റ് 3, അപ്പൊ 3 കിട്ടും. y-യുടെ ലോവർ ലിമിറ്റ് 0 അപ്പർ ലിമിറ്റ് 1, നമുക്ക് 1/3 മൈനസ് 1 കിട്ടും. Then z-ന്റെ ലിമിറ്റ് ലോവർ ലിമിറ്റ് 0 അപ്പർ ലിമിറ്റ് 3, therefore നമുക്ക് കിട്ടുന്ന ആൻസർ 3 ആണ്. അപ്പോ 3 into -2/3 into 3, 3 ക്യാൻസൽ ചെയ്യും. The final answer will be -6.